അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സനൂദേ വാ മുത്തു. കൊറേ കാലയില്ല കണ്ടിട്ട്, കൊറേ കാലം ഇന്നാള് ഇവിടെ വന്ന് പോയതല്ല. അൽഹംദുലില്ലാഹ് സന്തോഷം. എന്താ ഞാൻ വന്നതേ, വീട് പണിയുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വരുമ്പോ മുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ഈ സാലിന്റെ വീടിന്റെ കാര്യം എന്നൊക്കെ ഞാൻ ചോദിച്ചോളൂ. രാവിലെ വീട്ടിൽ വന്നപ്പോഴേ എന്നോട് ഇങ്ങനെ പറഞ്ഞു സായിനെ കാണണം, സായിന്റെ വീട് പണി നടക്കാണ്, അപ്പൊ എന്താ പോയി കണ്ടിട്ട് നോക്കണം, എന്തോ ആയിട്ടുണ്ടെന്നൊക്കെ. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങിയത്, ഒരുമിച്ച് ഇറങ്ങിയത് കാണാൻ വേണ്ടിട്ട്. ഞാൻ ഉസ്താദ് സത്യം പറഞ്ഞാലേ ഒരു മാസം മുമ്പേ വീട് പണിക്ക് സഹായം ചോദിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഇൻസ്റ്റാഗ്രാമില്. പിന്നെ എനിക്ക് തന്നെ ഒരു വിഷമം തോന്നി. ഇതിപ്പോ ആൾക്കാരെ മുന്നിൽ കൈ നീട്ടിയില്ല. എനിക്ക് 2 കുട്ടികളുണ്ട്, ഭാര്യയൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ഞാൻ അങ്ങനെ കൈ നീട്ടിക്കാണ്ട് വീട് പണി ചെയ്യുമ്പോൾ എന്തൊരു വിഷമം. അപ്പൊ ഞാൻ അത് ഒഴിവാക്കി, അക്കൗണ്ട് പോയി ക്ലോസ് ചെയ്തു. വീഡിയോ എന്തായാലും ഡിലീറ്റ് ചെയ്താൽ നമുക്ക് അത് ഒരു വിഷമം. അപ്പൊ ഞാൻ അക്കൗണ്ട് നേരെ പോയി ക്ലോസ് ചെയ്തു. എന്നിട്ട് പേഴ്സണലായിട്ട് എന്നോട് കുറെ ആൾക്കാർ വിളിക്കും ചെയ്ത്. പക്ഷെ എനിക്ക് അതിനേക്കായി നല്ലത് എന്തെങ്കിലും ജോലി എടുത്തിട്ട് എൻ്റെ വീട് പണി കഴിക്കാണ് നല്ലത് തോന്നി. അപ്പോൾ ഓലിക്ക് ചെറിയ റേറ്റിന് ആ തേൻ തന്നു. അല്ലെങ്കിൽ ഇന്ന് ഞാൻ ആ തേന് കച്ചവടം ചെയ്യാണ്. ഞാൻ എൻ്റെ മോൻ്റെ പേരിൽ മിച്ചൂസ് ഇറങ്ങാണ്ട് ബ്രാൻഡാക്കി ഇറക്കി. അപ്പോഴേ നമുക്ക് കേട്ടപ്പോൾ ആത്മഹർഷം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അതായത് സാലിനെ സംബന്ധിച്ചോളം ഒരാളെ മുന്നിൽ കൈ നീട്ടാതെ എൻ്റെ ബിസിനസ്സിൽ വഴി എനിക്ക്, അതായത് ഒരാളുടെ മുമ്പിലും കൈ നീട്ടാതെ അന്തസ്സായിട്ട് ജോലി ചെയ്ത വരുമാനം കൊണ്ട് വീട് വെക്കണമെന്നാണ് ആഗ്രഹം. അപ്പം നമ്മളൊക്കെ ചെയ്യേണ്ടത് സാലിനെ പോലെ ഒരാൾ ഒപ്പം നിൽക്കേണ്ടത്, ഒരു കുപ്പി തേനെങ്കിലും മേടിച്ചുകൊണ്ട് അവനെ സഹായിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് അവനിക്ക് അന്തസ്സായിട്ടൊരു വീട് വെക്കണമെന്നാണ് ആഗ്രഹം. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ തേൻ്റെ ബിസിനസ് തുടങ്ങിയാർക്കണ്ട്. എല്ലാരും സപ്പോർട്ട് ചെയ്ത് നല്ല സന്തോഷമായിട്ട്. ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാരും മുന്നോട്ട് പറഞ്ഞു. അള്ളാഹു തൗഫീഖ് ചെയ്യുമാട്ടെ. മിച്ചൂസ് തേൻ, ഇതാണ് തേനൊന്ന് കാണിച്ചു കൊടുത്താണ്. ഇതാണ് 1 കിലോന്റെ ബോട്ടിലാണ്. അപ്പൊ അതെ ഇതാണ് ആ തേന്. ഇൻഷാ അല്ലാഹ് എല്ലാരും ഒരു കുപ്പി വാങ്ങണം കേട്ടോ. ഇതാ മിച്ചു തുടങ്ങിയതാണ്. അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല തേനാണ്. അപ്പൊ എന്റെ വീട് പണിക്ക് എല്ലാരും ഇത് വാങ്ങാ. ഇതിനൊരു വാട്സപ്പ് നമ്പർ ഉണ്ട്, അത് നിങ്ങൾ താഴെ കൊടുക്കുക, ഞങ്ങൾക്ക് അയച്ചുതരാം. അപ്പൊ ഇങ്ങനെ താഴെ കൊടുത്തിട്ട് എല്ലാരും അതിൽ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ ഞാനൊരു കാര്യം പറയണ, ആരോഗ്യം ഉണ്ടായിട്ടും പിരിവ് ഒരു ഹരമായി മാറുന്ന മനുഷ്യരുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ളത്, നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഒരു കാലത്തും ഒരു മനുഷ്യനോട് യാചിക്കുകയോ തലകുനിക്കുകയോ നമ്മുടെ വിഷമങ്ങൾ പറയുകയോ ചെയ്യരുത്. അധ്വാനിച്ച് ജീവിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ തെളിവാണ് ഈ കിടപ്പിൽ കിടന്നുകൊണ്ട് സ്വാലിഹ് നമുക്ക് ജീവിച്ച് കാണിച്ചു തരുന്ന ഒരു വലിയ മാതൃകയുണ്ട്. നമുക്ക് നടക്കാനും ഓടാനും ചാടാനും എല്ലാ സ്ഥലങ്ങളിലും പോകാനും നമുക്ക് യാതൊരു പ്രശ്നമില്ല. എന്നിട്ടും നമ്മൾ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പിരിക്കാൻ നടക്കുന്ന മനുഷ്യരെ ഈ കിടപ്പിൽ കിടന്നുകൊണ്ട് അയാൾ കച്ചവടം ചെയ്യാണ്, പലതും ചെയ്യാണ്. അദ്ദേഹം രാവിലെ തഹജ്ജുദ് എണീക്കുന്നതും സുബഹി നമസ്കരിക്കുന്നതൊക്കെ നമ്മൾ വീട്ടിലൂടെ കണ്ടതാണ്. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ല എന്ന് വിഷമം പറയുന്ന ആളുകൾ, ആരോഗ്യമുണ്ടായിട്ട് നിസ്കരിക്കാൻ മടിയുള്ള ആളുകൾ ഒക്കെ കണ്ടോളീൻ. ഇതാണ് ജീവിതം, ഇങ്ങനെയാണ് ജീവിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ 90% വൈകല്യ ഒരാളാണ്. പക്ഷെ ഞാൻ ഇതിന്റെ പേരില് ഒരു ഭാഗത്ത് കിടന്നിട്ടില്ല. എന്റെ ടോയ്ലറ്റ് കാര്യങ്ങളോ കുളിക്കലോ ഭക്ഷണം കഴിക്കലോ പുറത്തു പോക്കോ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. അപ്പൊ നമ്മള് ഇതിന്റെ പേരിൽ തളരാൻ പാടില്ല. മുന്നോട്ട്. ഇതെന്റെ പ്രിയപ്പെട്ട മുത്തു, ഇതെന്റെ പ്രിയപ്പെട്ട അനീസ്, ഇപ്പൊ രണ്ടുപേരെ ഞാൻ വിളിച്ചപ്പോ എന്റെ കൂടെ വന്നവരാണ്. അല്ലാഹു നമ്മുടെ സൗഹൃദം എല്ലാ കാലത്തും നിലനിർത്തട്ടെ. അസ്സലാമു അലൈക്കും.